Hi dear friends, Assalamualaikum, Namaskaram, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ ഡിഷ് ആയിട്ടാണ് ട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു അറേബ്യൻ ഡിഷാണ്. മുർത്തബക് അല്ലെങ്കിൽ മുത്തബക് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി അറേബ്യൻ ഡിഷാണ് ട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉപ്പയാണ് ഉണ്ടാക്കുന്നത്. ഉപ്പാൻ്റെ ഡിഷാണ്. അപ്പോൾ ഉപ്പ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കന് മസാല ഒക്കെ വെച്ച് വേവിച്ചെടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ പൊടിച്ചെടുത്ത ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു സ്റ്റഫിംഗ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൊറോട്ടയുടെ മാവ് സാധാരണ നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം അത് കുറച്ചെടുത്തിട്ട് നമ്മൾ സമൂസക്ക് പതിരൊക്കെ ചെയ്തെടുക്കുന്നത് പോലെ കുറച്ച് പതിര് പോലെ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇതുപോലെ പരത്തിയിട്ട് നമ്മളൊന്ന് പൊറോട്ടക്ക് വീശുന്നത് പോലെ തന്നെ വീശിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ആ പതിര് പോലെ ചെയ്തെടുത്തിട്ടുള്ള അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ ഈ ഒരു മസാലക്കൂട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മളെ പപ്സിനൊക്കെ മടക്കുന്നത് പോലെ അതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ചൂടായ ചട്ടിയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഉപ്പയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. നമ്മൾ മണ്ണിൻ്റെ അടുപ്പ് പുറത്ത് മണ്ണിൻ്റെ അടുപ്പിലൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സമൂസക്ക് പതിര് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇത് പരത്തിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ നമ്മൾ പൊറോട്ടക്കുള്ള ഇതുപോലെ തന്നെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മൈദ. എന്നിട്ടത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. പിന്നെ ഈ മസാലക്കൂട്ടിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മൾ ഈ ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, സ്പ്രിംഗ് ഓനിയൻ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഈ ഒരു സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കൂട്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സവാള ഒക്കെ ചേർക്കുക. അപ്പോൾ ഞങ്ങൾ സവാള ഒന്നും ചേർത്തിട്ടില്ല. അതിന് ശേഷം നമ്മൾ ഈ റോൾ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ പൊറോട്ടക്കൊക്കെ വീശുന്നത് പോലെ ഒന്ന് വീശിയിട്ട് എടുക്കാം. പൊട്ടിപ്പോവാതെ ഇതുപോലെ സ്ലോയില് വീശിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീശിയെടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ പതിര് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. കാരണം നമ്മൾ ഈ ഒരു മുട്ടയുടെ ഒരു കൂട്ട് ഒഴിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു പതിര് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത് ഇതിൻ്റെ സെൻറ്ററിലായി വെച്ചിട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള ഈ ഒരു മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ ഇതുപോലെ പൊടിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ഉള്ളിത്തണ്ടും ഒക്കെ അതേപോലെ ഇതൊക്കെ പൊടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഓരോ കൂട്ടിലേക്ക് ഇതുപോലെ എടുത്തിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് 4 വശത്തു നിന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചട്ടിയിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇത് കഴിക്കാനും വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയേണ്ടി കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.